ചുറ്റുപാടുകളിലേക്ക് കണ്ണും കാതും തുറന്നു വെക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിൽ തങ്ങൾക്ക് കൃത്യമായ കർത്തവ്യങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഈ കുട്ടികൾ. സഹായം ആവശ്യമുള്ളവരെ തിരഞ്ഞെത്താൻ ഇവർക്ക് കഴിയുന്നു. അത്തരം സഹായങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ഭദ്രത ഉള്ളവരല്ല ഈ കുട്ടികൾ. അതും അവർ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഫേസ് ചെയ്യേണ്ടി വന്ന പ്രോബ്ലംസ് പറഞ്ഞാൽ എല്ലാവരും സ്റ്റുഡൻസ് ആണ്. അപ്പം ക്ലാസ് ടൈമിങ്സും പഠിത്തവും എല്ലാം കൂടെ കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അത് അത്രയ്ക്ക് എളുപ്പമല്ല. കാരണം ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ക്ലോത്ത് കളക്ഷൻ തന്നെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ദിവസം നമ്മൾ മെനക്കെട്ട് ഞങ്ങൾ തന്നെ ഇറങ്ങി തിരിക്കണം. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് കുഴപ്പമില്ല, മാനേജ് ചെയ്യണം. വീട്ടുകാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്കും പേടിയുണ്ട്, ഇങ്ങനെ പഠിത്തത്തിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ആയിട്ട് ഇതിൽ തന്നെ ഫോക്കസ്ഡ് ആയി പോകുന്നു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് എല്ലാവർക്കും ഉണ്ട്. ടീച്ചേഴ്സിനും അങ്ങനെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നവർ. പിന്നെ ഒരു ഈവൻറ്റ് ഓർഗനൈസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും എന്താണ് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് സക്സസ് ആകുമ്പോഴത്തേക്കും ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഈവൻറ്റ് എന്ന് പറഞ്ഞ് അതാണ് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ ഫണ്ടൊന്നുമില്ല, ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന പോക്കറ്റ് മണീസും അങ്ങനെ അതുകൊണ്ട് മാത്രം തന്നെയാണ് ഓരോ ഈവൻറ്റ് ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ വിഷുവിനാണ് സ്നേഹവീട് വിസിറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരുടെയും വിഷു കൈനീട്ടം അങ്ങനെ അത് മാത്രമായിരുന്നു അന്നത്തെ ഉള്ള ഫണ്ട്. അങ്ങനെ സ്വന്തം സെൽഫ് ഫണ്ടിങ് ആണ്. അപ്പം പ്രത്യേകിച്ച് ഫണ്ടും സ്പോൺസേഴ്സ് ഒന്നും ഇല്ലാത്തപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എക്താ എന്ന് പറയുന്ന ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഇത്ര മെമ്പേഴ്സോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മളൊരു ഷോർട്ട് ഗ്രൂപ്പായിരുന്നു. പക്ഷേ അതിനുശേഷം ഓരോ ഇവൻറ്റ്സ് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതൊക്കെയാണ് നമ്മളെ വീണ്ടും അടുത്ത നെക്സ്റ്റ് ഇവൻറ്റ്സ് ഒക്കെ ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നത്. എക്താ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഫോം ചെയ്തപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഈ ഇടയ്ക്കായിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്ത് വരാൻ നേരത്തെ എനിക്ക് കുറേ ക്ലാസ്സസ് എൻ്റെ കോളേജിൽ നിന്ന് മിസ്സായി. അങ്ങനെ വന്നപ്പോൾ ടീച്ചേഴ്സും എൻ്റെ വീട്ടുകാരും എനിക്ക് ഇത്തിരി സപ്പോർട്ട് പണ്ടുണ്ടായിരുന്ന സപ്പോർട്ട് കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ മാത്രമല്ല, എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് സപ്പോർട്ടാണ് ഈ ഒരു ഫൗണ്ടേഷന്. പക്ഷേ കുറേ പേര് ഇതിനെ ഞാൻ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിൽ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. പക്ഷേ അത് ഫ്രണ്ട്സ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് എൻ്റെ മാത്രമല്ല, എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സായ വ്യക്തികളുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും ഇങ്ങനെ നടക്കാറുണ്ട്. പിന്നെ നമ്മളിത് മൈൻഡ് ചെയ്യാതെ നമുക്ക് കൊണ്ടുപോയല്ലേ പറ്റൂ. വി നീഡ് ടു ചേഞ്ച്. ഏക്തയ്ക്ക് നന്മയുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. പിന്നിൽ പ്രവർത്തിക്കാൻ ഊർജ്ജസ്വലരായ ഈ ടീമുണ്ട്. പക്ഷേ ഇവരെല്ലാം തന്നെ വിദ്യാർത്ഥികളാണ്. ഉപരിപഠനത്തിനായി വഴിപിരിഞ്ഞു പോകുമ്പോൾ അവിടേക്കും ഏക്തയെ വളർത്തുക എന്നതാണ് ഇപ്പോഴത്തെ ഇവരുടെ ലക്ഷ്യം. ഒപ്പം പുതിയ കൂട്ടുകാരെ തങ്ങളിലേക്ക് ക്ഷണിക്കാൻ. കുറേ പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാനിലുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഈ ഗ്രൂപ്പിനെ കൊണ്ടുപോകണം എന്നൊരു ശക്തമായൊരു ആഗ്രഹവും ഒരു നല്ലൊരു ബോണ്ട് നമ്മുടെ എല്ലാ ഇടയിലുണ്ട്. സോ ഇത് ഇപ്പോഴേ കണ്ടുവരുന്നത് ഒരു മീഡിയ അറ്റൻഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ, ഒരു അറ്റൻഷന് വേണ്ടിയാണ് പല സോഷ്യൽ ആക്ടിവിറ്റീസ് ഗ്രൂപ്പുകളും ഉണ്ടാകുന്നതും. അതേപോലെ അതേ സ്പീഡിൽ തന്നെ ഒരു അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് അത് നേരെ വീണ്ടും ഒരു തുടർച്ച അതിന് ഉണ്ടാകുന്നില്ല. പക്ഷെ ഞങ്ങൾ അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ചെറിയ രീതിയിലാണെങ്കിലും അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഹയർ സ്റ്റഡീസിനാണെങ്കിൽ തന്നെ നമ്മളെല്ലാം പല സ്ഥലങ്ങളിലേക്ക് പോകണം. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞു വേറെ സ്ഥലത്തിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകണം. അതുപോലെയാണ് ഈ ഗ്രൂപ്പിലെ ഓരോരുത്തരും. പക്ഷേ നമ്മളെല്ലാം ആഗ്രഹിക്കും നമ്മൾ പോകുന്ന സ്ഥലത്തും ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഇതേപോലെ ട്രിവാൻഡ്രത്തെ ശക്തമാക്കണം. സെയിം ടൈം നമ്മൾ പോകുന്നിടത്തും ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സോ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ചെറിയ പ്രവർത്തനങ്ങളാവാം ചിലപ്പോൾ നമുക്ക് നാളെ ഒരു വലിയൊരു പ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയിലേക്കായിരിക്കും വഴിതിരിക്കുന്നത്. നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല. നമുക്ക് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാണ് ഈ ചെറിയൊരു ഗ്രൂപ്പ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വി ആർ ഗോയിങ് ടു ബി ബിഗ് and we are going to make a difference here. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾക്കിടയിൽ പെട്ടുകിടക്കുകയാണ് ഇന്നത്തെ പുതിയ തലമുറ എന്നതാണ് മുതിർന്നവരുടെ പരക്കെയുള്ള വിമർശനം. അത്തരം വിമർശനങ്ങൾക്ക്
ഇത്തരം നന്മയുള്ള ഉത്തരങ്ങളിലൂടെ മറുപടി നൽകുന്ന പുതിയ കൂട്ടുകാർക്കൊപ്പമാണ് ഔട്ട് ഓഫ് ദി ബോക്സ്. ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ഇൻട്രസ്റ്റ് ആണ്, അത്ര അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തുടങ്ങണം. കൂടുതൽ സെയിം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വരും, തീർച്ചയായും വരും. ഫണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രയാസപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല, അത് അതിൻ്റെ വഴിക്ക് തന്നെ വന്നോളൂ. നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിന് ഫണ്ടിങ്ങിൻ്റെ ആവശ്യമെല്ലാം തന്നെ നമ്മൾ സോഴ്സ് കണ്ടെത്തുകയും അതെല്ലാം ക്ലിയർ ആക്കുകയും ചെയ്യും. മദർ തെരേസ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്, നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് പ്രവർത്തനങ്ങൾ തുടങ്ങുക, ലീഡേഴ്സിനെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇത് തന്നെയാണ് എക്തായിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കും പറയാനുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് എക്തായിൽ ജോയിൻ ചെയ്യാം, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഭാവി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പങ്കാളിയാവാം, സമൂഹത്തിൽ പ്രവർത്തിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമായി നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രവർത്തിച്ചു തുടങ്ങാം. എന്തൊരു ഓബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിലും അതിനെല്ലാം നമുക്ക് പാസ് ഓവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതെല്ലാം നമ്മുടെ ഒരു വിശ്വാസമാണ്. എന്തെങ്കിലും ചെയ്യാം, ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രധാനപ്പെട്ട സമയത്ത് ചെറിയ രീതിയിലാണെങ്കിലും എന്തെങ്കിലും നമുക്ക് കാര്യമായി ചെയ്യാം. സ്വയം വിശ്വസിക്കുക, നമ്മൾ ചുറ്റുമുള്ളവർ നമ്മളെ വിശ്വസിക്കും, ചുറ്റുമുള്ളവരിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റിയാൽ സമൂഹത്തിൽ സേവിക്കാൻ പറ്റും. നല്ലൊരു നാളേക്കായി നമുക്ക് പ്രതീക്ഷിക്കാം, നല്ലൊരു ഇന്ത്യക്കായി പ്രതീക്ഷിക്കാം, നല്ലൊരു ലോകത്തിനായി പ്രതീക്ഷിക്കാം. നമ്മുടെ ഉള്ളിലെല്ലാം തന്നെ വളരെ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുണ്ട്, നമുക്കെല്ലാം തന്നെ വളരെ വലിയൊരു എനർജി ഉണ്ട്. സോ ഇതിനെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. സോ സ്വയം തിരിച്ചറിയുക, പ്രവർത്തിക്കുക, നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. ഔട്ട് ഓഫ് ദ ബോക്സിൻ്റെ പ്രേക്ഷകരായ സുഹൃത്തുക്കളോട് ഇങ്ങനെ നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ മാറി ചിന്തിക്കുന്ന, പ്രവർത്തിക്കാൻ ധൈര്യം കാണിക്കുന്ന കൂട്ടുകാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അവരോടൊപ്പം നിൽക്കുക, ഒപ്പം അവരെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. ഇത്തരം പുതിയ കൂട്ടുകാരുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഔട്ട് ഓഫ് ദി ബോക്സിനെ അടുത്ത ആഴ്ച.